റോക്കറ്റ് പോലെ കുതിക്കുന്ന വെളിച്ചെണ്ണ വിലയിൽ വലിയ ആശങ്കയിലാണ് മലയാളി. വെളിച്ചെണ്ണയും തേങ്ങയും കുറച്ചുപയോഗിച്ച് കുടുംബ ബജറ്റ് പിടിച്ചു നിർത്തുകയാണ് ജനങ്ങൾ. വില കുറയ്ക്കാൻ സർക്കാരിന്റെ അടിയന്തര ഇടപെടലും പ്രതീക്ഷിക്കുന്നുണ്ട്. 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ വിലയ്ക്ക് 4 ലിറ്റർ പെട്രോൾ വാങ്ങിക്കാം എന്നുള്ളതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന അവസ്ഥ. വെളിച്ചെണ്ണ വില തിളച്ചുമറിയുകയാണ്. ലിറ്ററിന് വില 500ലേക്ക് അടുക്കുന്നു. ഇങ്ങനെ പോയാൽ ഓണമെത്തുമ്പോൾ വില 600-ലെത്തും. വെളിച്ചെണ്ണയും തേങ്ങയുമില്ലാതെ മലയാളിക്ക് ഭക്ഷണമിറങ്ങില്ല. കാലാവസ്ഥാ വ്യതിയാനം കാരണം തേങ്ങയുടെ ഉൽപ്പാദനം കുറഞ്ഞു, കയറ്റുമതി കൂടുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായതാണ് പ്രതിസന്ധി. 480 രൂപ കിലോ 490 രൂപയിലേക്ക് ഓണമാകുമ്പോൾ ഒരു 600 രൂപയാണ് ഞങ്ങളുടെ പ്രതീക്ഷ വരുന്നത്. കാരണം ലഭ്യത തീരെ കുറവാണ്. തേങ്ങയുടെ പ്രൊഡക്ഷൻ കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് കുറവ് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഇതുപോലെ വില കയറാനുള്ള സാധ്യത വന്നത്. ആ കസ്റ്റമേഴ്സ് ഉണ്ട്, പക്ഷേ ഇതിൻ്റെ അളവ് കുറഞ്ഞു. തമിഴ്നാട് ഇപ്പം കൊപ്ര വില കുറവാണ്, സൾഫറൊക്കെ ചേർത്ത കൊപ്ര വരുന്നതുകൊണ്ട് കുറവാണ്. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതോടെ കായ വറുത്തതിനും കപ്പ ചിപ്സിനുമെല്ലാം വില കൂടി. കപ്പ ചിപ്സ് തൽക്കാലം വേണ്ടെന്ന് വെക്കാം, പക്ഷേ കായ വറുത്തത് വിടാൻ പറ്റില്ലല്ലോ. വെളിച്ചെണ്ണയില്ലാതെ എങ്ങനെ കായ വറക്കും? ചിപ്സിന് ഇപ്പം 480 വിൽക്കുന്നത്. 400 വിറ്റാലും മുതലാവണില്ല. ഇപ്പം 1 കിലോ എണ്ണ വെളിച്ചെണ്ണ വന്നിട്ട് 458 രൂപയാണ് 1 കിലോ. നേരത്തെ 360 രൂപ കിടന്ന വെളിച്ചെണ്ണയാണ്. ഇപ്പോൾ 1 കിലോ വാഴയ്ക്ക് വന്നിട്ട് 65 രൂപ ഇന്നത്തെ മാർക്കറ്റ്. ഇത് കൊടുത്തിട്ട് മുതലാവില്ല. ഇപ്പോഴേ 500 550 വിറ്റാലും മുതലാവില്ല. ഇനിയും വാഴയ്ക്ക് വില കൂടുമെന്നാണ് പറയുന്നത്. തേങ്ങയ്ക്കും കൂടിയിട്ടുണ്ട് വില. ഹോൾസെയിൽ മാർക്കറ്റിൽ കിലോയ്ക്ക് 73 രൂപയായി. വെളിച്ചെണ്ണയും തേങ്ങയില്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു ദിവസം എങ്ങനെയായാലും ഒരു 8 കിലോ തേങ്ങ വേണം. വെളിച്ചെണ്ണയ്ക്കും ഉണ്ടാവും ഒരു 6 കിലോ വെളിച്ചെണ്ണയൊക്കെ വേണ്ടി വരും. പിന്നെ നല്ല പൈസ. അതാണ് പറഞ്ഞത്, ഓടിച്ചു കൊണ്ടുപോകാൻ എനിക്കിപ്പോൾ പറ്റാത്തൊരവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. വെളിച്ചെണ്ണയുടെ വില കൂടിയത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് നമ്മുടെ വീടുകളിലെ ഒരു കുടുംബ ബജറ്റിനെയും കൂടിയാണ്. സാധാരണ ഞങ്ങൾ വെളിച്ചെണ്ണ എപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ്. ഈ ലിസ്റ്റ് എഴുതുമ്പോഴൊക്കെ വെളിച്ചെണ്ണ മെയിൻ ഒരു ഐറ്റമാണ്. ഇപ്പം ഇത്രയും വില കൂടിയാൽ എങ്ങനെ വാങ്ങിക്കും? 2 കിലോ വാങ്ങിച്ചുകൊണ്ടിരുന്നിടത്ത് 1/2 കിലോ ആണ് ഇപ്പോൾ വാങ്ങിക്കുന്നത്. അത് ഈ വില കുറച്ച് കിട്ടാതെ ഒരു നിവൃത്തിയില്ല. ഏതെങ്കിലും രീതിയിൽ വെളിച്ചെണ്ണ കുറയ്ക്കാൻ വല്ല വകുപ്പും ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ് അത് നോക്കണം. ഇത്രയും വേഗം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു ഇടപെടലുണ്ടായി. ഇത് കുറയ്ക്കും, ഓണമൊക്കെ ആവുന്നതിന് മുമ്പേ വില കുറയ്ക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ആളുകൾക്ക് എല്ലാം ഉള്ളത്. ജയകുമാറിനൊപ്പം PS വിനയ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.